പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരനെതിരെ ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. നിരവധി തവണ വീട്ടിൽ വന്ന സി കെ ശ്രീധരൻ പ്രതികൾക്ക് തൂക്കുകയർ ലഭിക്കും വരെ കൂടെയുണ്ടാകും എന്ന് ഉറപ്പ് നൽകിയ ആളാണ്. പിന്നീട് കേസിലെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതികൾക്കായി പ്രവർത്തിച്ചുവെന്നും സത്യനാരായണൻ 24-നോട് തുറന്നു പറയുന്നു. തെളിവുകളുണ്ട്. കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അയാളെ ഏറ്റെടുത്ത വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്ത് റോള്? അയാൾ ഈ കേരളത്തിൽ ബാധിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അയാൾ പാർട്ടി വക്കീൽ എന്നുള്ള നിലക്ക് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും. എറണാകുളത്ത് പോയിട്ട് CBI ഇതിൽ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ ആസിഫ് അലിയെ സമീപിക്കുന്നത്. ആസിഫ് അലി സാറ് വീട്ടിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഇതെല്ലാം ആസിഫ് അലി ഈ കാര്യത്തെ CBI അന്വേഷണം വേണമെന്നില്ല ഇതെല്ലാം ഫലം ചെയ്യുന്ന ഇതിന് ശേഷമാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം അയാൾ പറ്റൂല. അപ്പോൾ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ മുൻകൂട്ടി ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് കഴിയുന്നതെന്ന് പറയുന്നു. പിന്നെ അയാൾ പറയുന്ന ഇനി വാക്കിനൊന്നും വലിയ കാര്യം, അയാൾ പ്രവൃത്തി കണ്ടില്ലേ. പിന്നെ എന്തോ കള്ളങ്ങൾ ആർക്കും എന്തെങ്കിലും പറയാം, അതിലെ പ്രവൃത്തി തന്നെ മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും. അരുൺ പാർക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, യഥാർത്ഥത്തിൽ അതിനിശ്ചിതമായ വാക്കുകളിലൂടെയാണല്ലോ സി കെ ശ്രീധരനെ അദ്ദേഹം ആക്രമിച്ചിരിക്കുന്നത്. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ അഡ്വക്കേറ്റ് സി കെ ശ്രീധരനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ പുകയുകയാണ്. ഈ CBI കോടതിയുടെ വിധി വന്നതിന് ശേഷം ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ അദ്ദേഹം സി കെ ശ്രീധരനെതിരെ രൂക്ഷമായ വാക്കുകൾ പ്രയോഗിച്ചു എന്നതാണ്. സി കെ ശ്രീധരൻ അഭിഭാഷക ജോലിയിൽ അധപ്പതിച്ചു എന്നാണ് സത്യനാരായണൻ ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുന്നത്. സി കെ ശ്രീധരന് ചെയ്ത തെറ്റിനുള്ള ഫലമാണ് ഇപ്പോൾ ഈ കോടതി വിധിയിലൂടെ ലഭിച്ചത്. പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ട സി കെ ശ്രീധരൻ ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. അതായത് ഈ സി കെ ശ്രീധരൻ തങ്ങളുടെ കൂടെ, അതായത് ഈ കേസിൻ്റെ തുടക്കം ഘട്ടം മുതൽ തന്നെ വീട്ടിൽ വരികയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കൊലക്കുറ്റം ചുമത്തും, കൊലപാതകം തെളിയും, കൊലക്കുറ്റം ചുമത്തും, ഈ പ്രതികളൊക്കെ തന്നെ കുടുങ്ങുമെന്നൊക്കെ കുടുംബത്തിന് ഉറപ്പ് നൽകിയ ആളാണ് സി കെ ശ്രീധരൻ. പക്ഷേ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു, കേസിൻ്റെ ഫയലൊക്കെ ശേഖരിച്ചു. അതിനുശേഷം പ്രതികൾക്ക് വേണ്ടി വാദിച്ചു. ഈ പണത്തിന് വേണ്ടിയാണ് സി കെ ശ്രീധരൻ എന്നും നിലകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. അതിനാൽ സി കെ ശ്രീധരൻ CPM-ലേക്ക് പോയി എന്നാണ് ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ അല്പസമയം നമ്മളോട് വ്യക്തമാക്കിയത്. ഈ സി കെ ശ്രീധരൻ്റെ മറുപടിയും നേരത്തെ തന്നെ വന്നിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള നിയമോപദേശവും നൽകാൻ താൻ തയ്യാറായിട്ടില്ല, ഇതുവരെയും അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ സി കെ ശ്രീധരൻ നേരത്തെ 24-നോട് പറഞ്ഞത്. പക്ഷേ അതിനുള്ള മറുപടി എന്ന രീതിക്ക് ഇപ്പോൾ ശരത് ലാലിൻ്റെ പിതാവിൻ്റെ മറുപടി വന്നിരിക്കുന്നു. തുടക്കഘട്ടം മുതൽ തന്നെ നിരവധി തവണയാണ് ഈ വീട്ടിൽ കല്യോട്ടെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വീട്ടിലേക്ക് സി കെ ശ്രീധരൻ എത്തിയത്. വിവരങ്ങൾ അവർക്കൊക്കെ കൈമാറി, അതിൻ്റെ എല്ലാ തെളിവുകളും തങ്ങളുടെ കൈവശമുണ്ടെന്നും ഇപ്പോൾ നിലവിൽ സത്യനാരായണൻ പറഞ്ഞിരിക്കുന്നു. SKN.